ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു എൻജിനീയർഡ് വുഡൻ ഫ്ലോറിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. ഈ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ് ആണെങ്കിൽ നമുക്ക് വളരെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കിത് ലാമിനേറ്റഡ് ഫിനിഷാണ് വരുന്നത്, അലൂമിനിയം ഓക്സൈഡ് കോട്ടിംഗ് ഫിനിഷാണ് നമുക്ക് വരുന്നത്. ഇത് ഒത്തിരി അധികം കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇച്ചിരി എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതും. എൻജിനീയർഡ് വുഡ് ആണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ്. ഒരു ഒറിജിനൽ വുഡ് ലേ ചെയ്തതിൻ്റെ ആ ഒരു ഫീലിങ്ങിൽ തന്നെ നമുക്ക് കിടക്കും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫർണിച്ചറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ നമ്മൾ ബുഷൊന്നും ഇല്ലാത്ത ഫർണിച്ചർ വലിച്ച് നീക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് വളരെ നല്ല ഫിനിഷ്ഡ് ഒരു ഫീലാണ് നമുക്ക് എൻജിനീയർഡ് വുഡിൽ കിട്ടുന്നത്. തീർച്ചയായും നമ്മൾ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണെങ്കിലും എൻജിനീയർഡ് വുഡ് ഫ്ലോറിംഗ് ആണെങ്കിലും നമ്മുടെ വീടുകൾക്ക് വളരെ ഉതകുന്ന ഒരു ഫ്ലോറിംഗ് ഐറ്റമാണ്. നമുക്ക് വളരെ ചെറിയ പ്രൈസിങ് തൊട്ട്, അതായത് 115 രൂപ തൊട്ട് 390-400 രൂപ വരെ റേഞ്ചിലുള്ള വിവിധ തരം പ്രൊഡക്ട്സ് വുഡൻ ഫ്ലോറിങ്ങിൽ അവൈലബിൾ ആണ്. ഇത് വെള്ളം വീണാലോ അല്ലെങ്കിൽ നമ്മളിത് തുടയ്ക്കുകയോ ഒക്കെ ചെയ്താലോ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് അല്ല. ക്വാളിറ്റി ഉള്ള വുഡൻ ഫ്ലോറിങ് നിങ്ങൾ ചൂസ് ചെയ്താൽ തീർച്ചയായും അത് ലൈഫ് ലോങ് നിലനിൽക്കും. വീട് സംബന്ധമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളുണ്ടാവും. വീട് വിചാരം.